ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു ഈവനിങ് ഇഫ്താർ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് നല്ല മധുരമുള്ള പഴംപൊരിയല്ല ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇന്ന് കുറച്ച് മധുരവും എരിവും മിക്സ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ അടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ, പിന്നെ ഒരു 1/4 കപ്പ് കടലമാവും, പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീവ്സും, ഒരു പച്ചമുളകും, ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും, പിന്നെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാ പഴംപൊരീൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ടെടുക്കാൻ ഒരു 1.25 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പഴംപൊരീൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ടെടുക്കാൻ കേട്ടോ. അധികം അങ്ങ് ലൂസായി പോകണ്ട. ഇനി പഴം ഞാനിവിടെ അധികം പഴുക്കാത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല പഴുത്ത പഴം ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം. എനിക്ക് ഇവിടെ കൂടുതലും അധികം പഴുക്കാത്ത പഴംപൊരി ഉണ്ടാക്കിയതാണ് ഇഷ്ടം. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഞാനിവിടെ 2 പീസാക്കിയിട്ട് ഇതേപോലെ പഴം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ ബാറ്റർ നമുക്ക് ഈ ഒരു തിക്നെസ്സിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. സാധാ നമ്മൾ പഴംപൊരീൻ്റെ ആ ഒരു ബാറ്റർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡർ ചേർക്കാണ്ട് കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ബേക്കിംഗ് പൊടി ചേർത്തിട്ടും പഴംപൊരി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻറ്റ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഇതിപ്പം ബേക്കിംഗ് പൗഡർ ചേർക്കാതെ, ബേക്കിംഗ് പൗഡറല്ല ബേക്കിംഗ് സോഡയാണ്, അപ്പക്കാരം. അപ്പോൾ അത് ചേർക്കാണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പഴംപൊരിയാണ് കേട്ടോ. അധികം അങ്ങ് വേർത്ത് വന്നിച്ചൊന്നുമില്ല. പിന്നെ നല്ല ഒരു യെല്ലോ കളറും കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ സാധാ പഴംപൊരി പൊരിക്കുന്നത് പോലെ പൊരിച്ച് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മുടെ പഴംപൊരിൻ്റെ ബാറ്ററിൽ ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ള പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് നന്നായിട്ട് വേർത്ത് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തതുകൊണ്ട് തന്നെ ഒരു ബേക്കിംഗ് സോഡയും കൂടി ചേർത്താൽ നന്നായിട്ട് കളറ് ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ ആ ഒരു നല്ല കളറിലും നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ. ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ സാധാ പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് പഴം പൊരിച്ചെടുക്കാൻ കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. എല്ലാവർക്കും ഇഷ്ടം, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് നല്ലൊരു ക്രിസ്പി ആയിരിക്കും മേൽഭാഗം, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കാണ്ട് എടുത്തിട്ടുള്ള പഴംപൊരി. ഇതേപോലെ ആണ് കേട്ടോ ഉണ്ടാവാൻ. ഇതും ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ കൂടുതൽ ടേസ്റ്റ് ആ ഒരു ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ള പഴംപൊരിക്കാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാണ്ട് പഴം പൊരിച്ചെടുക്കാൻ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇന്ന് തന്നെ നിങ്ങൾ വീട്ടിൽ പഴം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ ബേക്കിംഗ് സോഡ എല്ലാം ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഫ്താർ മീറ്റെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. വീട്ടിൽ എല്ലപ്പോൾ ഉണ്ടാകുന്ന ചെരുവ കൊണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കിയിട്ടെടുക്കുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.